മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ഇൻഡിഗോയുടെ മുംബൈ, ഭുവനേശ്വർ, ഹൈദരാബാദ്, ചെന്നൈ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വേണു, ഈ വിൻഡോസ് തകരാറിനെ തുടർന്ന് ഇന്നലെ മാത്രം 192 ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദ് ചെയ്തത്. അതിൽ 13 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ളതാണ്. ഇന്നലെ 7ഉം ഇന്നും 5ഉം അങ്ങനെ 13 വിമാനങ്ങളാണ് ഇതുവരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് റദ്ദ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ യാത്രക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും ഈ അധികൃതരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ്. പക്ഷേ നമ്മൾ ഇൻഡിഗോയുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഇത് തങ്ങളുടെ അധീനതയിലുള്ള കാര്യമല്ല, അതിനപ്പുറത്ത് നിൽക്കുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന സംവിധാനം പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. ഇനി അത്തരത്തിൽ ബുക്ക് ചെയ്യാനാവില്ല. ഒപ്പം ആളുകൾക്ക് ആശങ്ക വേണ്ട, റീഫണ്ടിങ്ങിനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോഴും ഈ തകരാറ് സംഭവിക്കാനുള്ള കാരണം എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. വേണു, ശരി, രഞ്ജിത്ത് എന്ന യാത്രക്കാരൻ ഇപ്പോൾ ചേരുന്നു, ടെലിഫോൺ ലൈനിലുണ്ട്. രഞ്ജിത്ത്, താങ്കൾ എവിടേക്ക് പോകാനാണ് എത്തിയത്? എന്താണ് ഇപ്പോൾ നേരിടുന്ന തടസ്സം? ഇന്നലെ എൻ്റെ ഒരു ഓഫീസ് മീറ്റിംഗ് കഴിഞ്ഞ് രാവിലെ 9 മണിക്ക് ബോംബെയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാനിപ്പോഴും ചെന്നൈ എയർപോർട്ടിലാണുള്ളത്. ബോംബെ എയർപോർട്ടിൽ നിന്ന് ചെന്നൈ വരെ എത്താൻ തന്നെ എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു തിരുവനന്തപുരത്തേക്കുള്ളത്. ആദ്യം ബോംബെയിൽ നിന്ന് ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കും. അപ്പോൾ ബോംബെയിൽ നിൽക്കുമ്പോൾ തന്നെ അറിഞ്ഞു ചെന്നൈ ട്രിവാൻഡ്രം ഓൾറെഡി ക്യാൻസൽ ചെയ്തു, അതെന്തായാലും ഉണ്ടാവത്തില്ല എന്നുള്ളത്. പക്ഷേ മാനുവൽ പ്രോസസ് ആയതുകൊണ്ട് ഒരുപാട് സമയവും ഒരുപാട് ബഹളങ്ങളും, അവസാനം ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിലോട്ട് ആൾക്കാരെ കയറ്റുന്നത് തന്നെ നിർത്തി. അവിടെ അപ്പോൾ കയറാൻ വേണ്ടിയിട്ടുള്ള ബഹളം, കയറിയ ആൾക്കാരാണെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് കിട്ടാത്തതിന്റെ ബഹളം, ലഗേജ് എല്ലാം മിസ്പ്ലേസ്ഡ് ആണ് എല്ലാവരുടെയും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു എയർപോർട്ടിൽ അറൈവലിലെത്തി കഴിയുമ്പോൾ ആൾക്കാരുടെ ലഗേജുകൾ കൂടിക്കിടക്കുകയാണ്. കെറോസലിൽ എടുക്കാനാണില്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ വേറെ സ്ഥലത്തും ലഗേജ് വേറെ സ്ഥലത്തുമാണ് കിടക്കുന്നത്. എല്ലാം മാനുവൽ ഹാൻഡിലിംഗ് ആയതുകൊണ്ട് മറ്റേ സാധാരണ ലഗേജ് എല്ലാം ബാർകോഡ് വെച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് ചെയ്യുന്നത്. കാരണം അത് സാധ്യമല്ലാത്തതുകൊണ്ട് അവർക്ക് എല്ലായിടത്ത് അവർക്ക് തോന്നിയ പോലെ അയച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് എൻ്റെ ലഗേജ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തിന് വരുന്നത്. എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്പോഴെങ്കിലും ഈ എപ്പോഴേക്ക് പുറപ്പെടാൻ കഴിയുമെന്ന് എന്തെങ്കിലും സൂചന അവർ തരുന്നുണ്ടോ? എനിക്ക് ഇന്നിപ്പോ രാത്രി 8:50 ഫ്ലൈറ്റിനാണ് ഇപ്പം ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. രാവിലെ ഉച്ച വരെയുള്ള സകല ഫ്ലൈറ്റുകളും ക്യാൻസൽഡ് ആണ്. കൊച്ചി ട്രിവാൻഡ്രം സെക്ടറിലേക്ക് ഇൻഡിഗോയുടെ. ആകെ ഞാൻ കണ്ടത് കാലിക്കറ്റിന് മാത്രമുള്ള ഒരു ഫ്ലൈറ്റാണ് രാവിലെ പോയത് കണ്ടത്. ബാക്കിയെല്ലാം ക്യാൻസൽഡ് ആണ്. അതൊക്കെ ട്രിവാൻഡ്രം കൊച്ചി സെക്ടർ മാത്രമല്ല, ത്രൂ ഔട്ട് ഇന്ത്യ ആഫ്റ്റർനൂൺ വരെയുള്ളത് മിക്കതും ക്യാൻസൽ ചെയ്ത അവസ്ഥയിലാണുള്ളത്. ഒരുപാട് മലയാളികൾ ഇങ്ങനെ അവിടെ തടസ്സപ്പെട്ട് നിൽക്കുകയാണോ യാത്ര? ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട്. ശരി, രഞ്ജിത്താണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബോംബെയിൽ നിന്ന് ചെന്നൈ വഴി തിരുവനന്തപുരത്തേക്ക് വരാനിരുന്ന യാത്രക്കാരനാണ്. ഇന്നിപ്പോൾ 8:50 ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഉച്ചവരെയുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ പ്രതിസന്ധി തീരുമെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. വിഷ്ണു സുരേഷാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങളും നൽകിയത്.